ഹലോ അനിമേ ലവേഴ്സ്, ഒരുപാട് ദിവസത്തിന് ശേഷമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അതിന് കാരണം വൺ പീസിന്റെ 200 മുതൽ 1000 വരെയുള്ള എപ്പിസോഡ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ കണ്ടു തീർക്കുകയായിരുന്നു. സോ അനിമെ കണ്ടു തീർത്ത എക്സൈറ്റ്മെന്റ് കൊണ്ട് യാതൊരു പ്രിപ്പറേഷനും ഇല്ലാതെയാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് വീഡിയോയ്ക്ക് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് നിങ്ങൾ ക്ഷമിക്കുക. ഇനി വൺ പീസിനെ പറ്റിയുള്ള എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു അഭിപ്രായം ഞാൻ പറയാം. അതിഗംഭീര അനിമെ, അതിൽ കൂടുതലൊന്നും എനിക്ക് പറയാൻ കഴിയില്ല. ഇനി അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തന്നെ വൺ പീസിന്റെ സീരീസ് മുഴുവൻ ഇരുന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും വൺ പീസ് കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ പോയിരുന്ന് കണ്ട് വൺ പീസ് എന്താണ്, എന്തിനാണ് എന്ന് വേണ്ട, വൺ പീസിനെ പറ്റിയുള്ള എന്തൊരു കാര്യം നിങ്ങൾക്ക് തോന്നിയാ അത് കമന്റ് ചെയ്യാം. സോ ഞാൻ ഇത്രയും നാളും കണ്ട അനിമകൾക്ക് ഞാനൊരു റാങ്കിങ് കൊടുക്കുമായിരുന്നു. അതിൽ വൺ പീസ് ആണ് ഇപ്പോൾ എന്റെ ഫസ്റ്റ് റാങ്കിൽ നിൽക്കുന്നത്. പിന്നെ എയ്ച്ചിരോ ഓട എന്ന് പറയുന്ന ആ മനുഷ്യന് ശരിക്കും എയ്ച്ചിരോ ഓടയല്ല, എയ്ച്ചിരോ ഗോഡാണ്. കാരണം ഇത്രയും വലിയൊരു അനിമെ, അതിലുപരി ഇത്രയും നല്ലൊരു അനിമെ എങ്ങനെയായിരിക്കും അദ്ദേഹത്തിന്റെ തലയിൽ വന്നിട്ടുണ്ടാവുക? അദ്ദേഹം ഓരോ എപ്പിസോഡിലും ഓരോ കാര്യങ്ങൾ ഫോർച്ചായിട്ട് ചെയ്യും. പിന്നീട് അതിന്റെ ആൻസർ വരുന്നത് ചിലപ്പോൾ 200 എപ്പിസോഡ് കഴിഞ്ഞിട്ടായിരിക്കും, അതായത് 1-2 വർഷങ്ങൾക്ക് ശേഷം. ഇതൊക്കെ എങ്ങനെയായിരിക്കും അദ്ദേഹം ക്രിയേറ്റ് ചെയ്യുന്നത് എനിക്കറിയില്ല. മറ്റുള്ള അനിമേക്കാൾ വൺ പീസ് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അതിന് കാരണം ഓരോ വൺ പീസ് എപ്പിസോഡുകളും ആരാധകരെ പിടിച്ചിരുത്തുന്ന രീതിയിലാണ് അവർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇമോഷൻ സീൻസുകളാണെങ്കിൽ പിന്നെ പറയേ വേണ്ട. എത്ര പ്രാവശ്യം ഞാൻ കരഞ്ഞു എന്ന് എനിക്ക് പോലും അറിയില്ല. ഇനി വൺ പീസ് കാണുന്ന സമയം നമുക്ക് വെറുത്താണോ എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് ഒറ്റന്നേ പറയാനുള്ളൂ, വൺ പീസ് കാണുന്ന സമയം നമുക്ക് തീർച്ചയായിട്ടും വെറുത്താണ്. അതിനി ഏതൊരു ഫില്ലർ എപ്പിസോഡ് ആയാൽ പോലും ഇനി പുതിയതായിട്ട് ഏതൊരു അനിമേ വന്നാലും വൺ പീസിനെ തൊടാൻ കഴിയില്ല. അതിന് വൺ പീസ് ഇത്രയും ഉയരങ്ങളിലേക്ക് എത്തി നിൽക്കാൻ കാരണം എയ്ച്ചിരോഡ് എന്ന് പറയുന്ന ആ മനുഷ്യന്റെ ഹാർഡ് വർക്കും ഡെഡിക്കേഷനും കൊണ്ടാണ്. അപ്പോ ഇത്രയും നല്ലൊരു അനിമെ കണ്ടിട്ടും അത് ചെയ്യാതിരുന്ന അത് വലിയൊരു തെറ്റായി മാറും. അതുകൊണ്ട് നമ്മൾ ഇന്ന് കാണുന്നത് വൺ പീസ് ഈസ്റ്റ് ബ്ലൂ സാഗയിലെ 1, 2, 3 എപ്പിസോഡുകളാണ്. ഓൾറെഡി നമ്മളൊരു 7 എപ്പിസോഡ് നല്ല ലെങ്ത്തിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ബാക്കിയായിട്ട് ചെയ്യാതെ 1 മുതൽ നമ്മൾ ഫ്രഷ് ആയിട്ട് എപ്പിസോഡുകൾ തുടങ്ങുകയാണ്. അപ്പോൾ എപ്പിസോഡ് തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾക്കൊരു ഗൈഡ് ആവശ്യമുണ്ട്. വൺ പീസിൽ ഇപ്പോൾ ടോട്ടലായിട്ട് 10 സാഗകളുണ്ട്. ഇനി ദിവസം കൂടുന്നതിനനുസരിച്ച് ഈ സാഗയുടെ എണ്ണവും കൂടി വരും. ഇപ്പൊ കറന്റ്ലി 10 സാഗയാണുള്ളത്. അതിൽ തന്നെ ആദ്യത്തെ സാഗയായിട്ടുള്ള ഈസ്റ്റ് ബ്ലൂ സാഗയിൽ ടോട്ടൽ 7 ആർക്കുകളുണ്ട്. ഈ 7 ആർക്കില് ഫില്ലറുകൾ കൂടി ചേർത്താൽ ടോട്ടൽ 61 എപ്പിസോഡുകളാണ് ഉള്ളത്. അപ്പോ ഈസ്റ്റ് ബ്ലൂ സാഗയിലെ ആദ്യത്തെ ആർക്കായിട്ടുള്ള റൊമാൻസ് ഡൗൺ ആർക്കാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അതിൽ 3 എപ്പിസോഡുകളുണ്ട്. ആ 3 എപ്പിസോഡും നമ്മൾ ഇന്ന് കാണും. അപ്പോ ഇത്രയൊക്കെ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യൂ. ഇതുപോലത്തെ മറ്റ് വീഡിയോ കിട്ടാനായിട്ട് സബ്സ്ക്രൈബ് കൂടെ ചെയ്യൂ. എന്നാ അനിമേ ലവേഴ്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അനിമോ എക്സ്പോഷർ. The One Piece. എപ്പിസോഡിന്റെ തുടക്കത്തിൽ കിങ് ഓഫ് ദി പൈററ്റ് ആയിട്ടുള്ള ഗോൾഡി റോജറിനെ കൊല്ലാനായിട്ട് ഗവൺമെന്റ് വിധിക്കുന്നു. അങ്ങനെ മരിക്കുന്നതിന്റെ അവസാന വാക്ക് എന്ന രീതിയിൽ ഗോൾഡി റോജർ തന്റെ ചുറ്റിനും കൂടി നിൽക്കുന്ന ആൾക്കാരോട്, അതായത് തന്റെ മരണം കാണാൻ വന്ന ആൾക്കാരോട് പറഞ്ഞു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടേ എന്റെ ട്രഷർ എവിടെയായിരിക്കുന്നതെന്ന്. നിങ്ങൾക്കത് വേണമെങ്കിൽ നിങ്ങൾക്കത് സ്വയം എടുക്കാം. പക്ഷേ അതെടുക്കുന്നവന് വെൽത്ത്, ഫെയിം, പവർ എല്ലാം ഉണ്ടായിരിക്കും. അതായത് വൺ പീസ് എടുക്കുന്നത് ആരാണോ അവരാണ് അടുത്ത കിങ് ഓഫ് ദ പൈററ്റ് എന്നിങ്ങനെ ചുറ്റിനുള്ള ആൾക്കാരെ പ്രകമ്പനം കൊള്ളിക്കുന്ന വാക്കുകൾ പറഞ്ഞ് ഗോൾഡി റോജർ അവിടെ മരിച്ചു. അതുമാത്രമല്ല അവിടെ സംഭവിച്ചത്, ചുറ്റിനും കൂടിയുന്ന ആൾക്കാർ വൺ പീസിന് വേണ്ടി സ്വയം പൈററ്റായി അന്നു മുതൽ ഇറങ്ങി തിരിച്ചു. അങ്ങനെ ഗോൾഡി റോജറിന്റെ ഒരൊറ്റ വാക്കുകൊണ്ട് ഒരു പുതിയ പൈററ്റ് എറ തന്നെ സ്റ്റാർട്ടായി. അത് കഴിഞ്ഞ് ഇപ്പൊ പ്രസന്റ് ആണ് കാണിക്കുന്നത്. കടലിൽ പാർട്ടി നടക്കുന്ന ഒരു കപ്പലിലെ 2 ജോലിക്കാര് അവര് കടലിന്റെ ഭംഗിയും കണ്ടങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് അവരുടെ കപ്പലിൽ ഒരു ബാരൽ വന്നിടിക്കുന്നു. എന്തോ നിധിയാണെന്ന് കരുതി അവർ ആ ബാരൽ വലിച്ചു കയറ്റുന്നുണ്ട്. ഇതേ സമയത്ത് ആ കപ്പലിൽ ജോലി ചെയ്യുന്ന ഒരാള് ദൂരത്തൊരു പൈററ്റ് ഷിപ്പ് കണ്ട് പേടിച്ചു വരണ്ടുപോയി. അങ്ങനെ ഇപ്പൊ വന്ന ആ പൈററ്റ് ഷിപ്പ് ഈ സെയിലേഴ്സ് ഷിപ്പിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇതറിഞ്ഞ് പേടിച്ചു വരണ്ട് അതിന്റെ അകത്തുണ്ടായിരുന്ന ആളുകൾ മൊത്തം പാനിക്കായി ഓടുന്ന സമയത്ത് ഒരു പെണ്ണ് മാത്രം അവിടെ നിന്ന് എന്തോ പ്ലാനിങ് ചെയ്യുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ഈ പൈററ്റ് ഷിപ്പിലെ ക്യാപ്റ്റൻ ആയിട്ടുള്ള ഈ ഒരു തടിച്ചിയാണ്. ഈ ഒരു ഉണ്ടത്തവളയുടെ പേരാണ് ആൽവിഡ. ഇതേ പൈററ്റ് ഷിപ്പിൽ വർക്ക് ചെയ്യുന്ന ഈ ഒരു പയ്യന്റെ പേരാണ് കോബി. ഇവൻ ഈ കപ്പലിലെ എല്ലാം പണിയും ചെയ്യുന്ന ഒരു അടിമയാണെന്ന് വേണമെങ്കിൽ പറയാം. ഈ പാസഞ്ചർ ഷിപ്പിന് അറ്റാക്ക് കിട്ടുമ്പോൾ ആ ജോലിക്കാര് വലിച്ചു കയറ്റിയ ബാരല് താഴത്തെ സ്റ്റെയറിലൂടെ ഉരുണ്ട് താഴത്തേക്ക് പോകുന്നു. ഇതേ സമയത്ത് ആൽവിഡയുടെ ക്രൂവിലുണ്ടായിരുന്ന പൈററ്റ്സ് ആ കപ്പലിലേക്ക് മോഷ്ടിക്കാൻ വേണ്ടി കയറുന്നു. ഇപ്പോ ആൽവിഡ കോബിയോടും അങ്ങോട്ട് കയറി പോകാൻ പറയുന്നുണ്ടെങ്കിലും കോബി പേടി തൊണ്ടനായതുകൊണ്ട് അവൻ കയറി പോകുന്നില്ല. പക്ഷെ ആൽവിഡ അവനൊരു ചവിട്ട് കൊടുത്ത് അവന്റെ അകത്തേക്ക് മോഷ്ടിക്കാൻ വേണ്ടി കടത്തിവിടുന്നു. ഇപ്പൊ ആ കപ്പലിലേക്ക് കയറിയ പൈററ്റ്സ്
പൈററ്റ്സ് അവിടുത്തെ ആൾക്കാരെ പേടിപ്പിച്ച് അവരുടെ സാധനങ്ങളെല്ലാം വാങ്ങുന്നു. അപ്പൊ നമ്മൾ നേരത്തെ കണ്ട ആ പെണ്ണ് പെട്ടെന്ന് ഒരു പൈററ്റിന്റെ വേഷത്തിൽ മാറി എനിമീസിന്റെ കപ്പലിലേക്ക് തന്നെ അവൾ ചാടി പോകുന്നു. അങ്ങനെ അവള് എനിമീസ് ഷിപ്പിലുണ്ടായിരുന്ന ഒരാളെ അടിച്ചിട്ട് അതിനുള്ളിലേക്ക് കയറി പോകുമ്പോ ഇവിടെ നമ്മുടെ കോബി ആണെങ്കിൽ ആ ബാരൽ കണ്ടുപിടിച്ച് അത് ആൽവിടയ്ക്ക് കൊടുക്കാൻ വേണ്ടി ഉരുട്ടിക്കൊണ്ട് വരുമ്പോ അവളുടെ ക്രൂവിൽ തന്നെ ഉണ്ടായിരുന്ന കുറച്ച് ആൾക്കാര് അത് കോബിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് അവര് തുറക്കാൻ വേണ്ടി നോക്കി. പക്ഷെ പെട്ടെന്നാണ് നമ്മുടെ ഈ കഥയിലെ നായകൻ ലൂഫി ബാരലും കുത്തിപ്പൊളിച്ച് അടുത്തുണ്ടായിരുന്ന രണ്ടാൾക്കാരുടെ താടിക്കും തട്ടി പുറത്തേക്ക് ഒരു വെറൈറ്റി എൻട്രി ആയിട്ട് വരുന്നത്. ലൂഫി ഇപ്പോ അവരെ അടിച്ചതുകൊണ്ട് അവര് വീണ്ടും ലൂഫി ആയിട്ട് ഫൈറ്റിന് വരികയാണ്. പക്ഷെ ലൂഫി നിസ്സാരമായിട്ട് അവരെ തോൽപ്പിച്ച് താഴ്ത്തിടുന്നു. ലൂഫിയുടെ ഈ പവർ കണ്ട് പേടിച്ചിട്ട് അവര് അവന്റെ പേരെന്താന്ന് ചോദിക്കുമ്പോ ലൂഫിയുടെ പേര് കേട്ടതും അവർ രണ്ടുപേരും നിലത്ത് വീണ് കിടന്നവനെ എടുത്ത് പുറത്തേക്ക് ഓടും. പക്ഷെ അവര് പുറത്തേക്ക് ഓടുന്നത് അവന്റെ പേര് കേട്ടിട്ടല്ല, അവന്റെ കയ്യിൽ നിന്ന് കിട്ടിയ അടി കൊണ്ടാണ്. ഇതിനുശേഷം നമ്മുടെ ലൂഫി അടുത്തുണ്ടായിരുന്ന ഒരു റൂമിൽ പോയിട്ട് അവന് വേണ്ടത്ര ഭക്ഷണം അവിടെ നിന്ന് കഴിക്കുന്നു. അതിനുശേഷം ലൂഫി കോബിയോട് ചോദിക്കും ഇതെന്ത് കപ്പലാണെന്ന്. അപ്പൊ കോബി പറയും ഇത് പാസഞ്ചർ ഷിപ്പാണ്, പക്ഷെ ഇപ്പൊ ഈ കപ്പല് പൈററ്റ്സിന്റെ കൺട്രോളിലാണ് ഉള്ളത്. അപ്പൊ ലൂഫി പറയും എന്റെ കപ്പല് ഒരു വേർപൂളിൽ കുടുങ്ങിപ്പോയി, അപ്പൊ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബാരലിൽ കയറിയിരുന്നത്. അതിരിക്കട്ടെ നീ ഒരു പൈററ്റ് ആണോ എന്ന് ലൂഫി കോബി ചോദിക്കുമ്പോ കോബി പറയും ഞാൻ പൈററ്റ് ഒന്നുമല്ല, പക്ഷെ ഞാൻ മീൻ പിടിക്കാൻ പോയ സമയത്ത് അറിയാതെ ഇവരുടെ കയ്യിൽ വന്ന് പെട്ടതാണ്. അങ്ങനെ 2 വർഷം ഇവർക്ക് വേണ്ടി ഞാൻ പണിയെടുക്കേണ്ടി വന്നു. ഇതേ സമയത്ത് മോഷ്ടിച്ച സ്വർണ്ണങ്ങളൊക്കെ ആൽവിഡ അവളുടെ കപ്പലിലേക്ക് കയറ്റുന്നുണ്ട്. പക്ഷേ ആൽവിഡ അറിയാതെ അവളുടെ കപ്പലിലുള്ള സ്വർണം മുഴുവൻ നേരത്തെ അവളുടെ കപ്പലിൽ കയറിയ ഈ പെണ്ണ് അടിച്ചു മാറ്റുന്നുണ്ടായിരുന്നു. ഈ പെണ്ണിന്റെ പേരാണ് നാമി. ഈ സമയത്ത് ലൂഫിയുടെ അടുത്ത് അടിയിട്ടിയ 2 പേര് വന്നിട്ട് ആൽവിഡയോട് നടന്ന കാര്യം പറയുന്നു. ഇപ്പൊ താഴത്ത് കോബി ലൂഫിയോട് ചോദിക്കും എന്തിനാണ് നീ കടലിലേക്ക് വന്നതെന്ന്. അപ്പൊ ലൂഫി പറയും അത് ഞാൻ കിങ് ഓഫ് ദ പൈററ്റ്സ് ആവാൻ പോവാണ്. അതിന് കോബി എന്ത് നീ പറയുന്നത് നീ ഒരു പൈററ്റ് ആണെന്നാണോ? ഇല്ല നിനക്ക് ഒരിക്കലും കിങ് ഓഫ് ദ പൈററ്റ് ആവാൻ കഴിയില്ല, കാരണം നിനക്ക് വെൽത്ത് ഫെയിം പവർ ഒന്നും കിട്ടിയിട്ടില്ല. ഇതൊക്കെ കിട്ടണമെങ്കിൽ നിനക്ക് 1 പീസ് കിട്ടണം, അതൊരിക്കലും നിനക്ക് കിട്ടില്ല എന്ന് ഞാനൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന കോബിയുടെ തലയ്ക്ക് ലൂഫി ഒരു അടി കൊടുത്തിട്ട് പറയും ഞാൻ ആ തീരുമാനം എടുത്തു കഴിഞ്ഞു, ഞാൻ കിങ് ഓഫ് ദ പൈററ്റ് എന്തായാലും ആവും, അതിനുവേണ്ടി ഞാൻ മരിച്ചാലും എനിക്ക് കുഴപ്പമില്ല. ഇപ്പൊ ലൂഫിയുടെ ഇൻസ്പയർ ആയിട്ടുള്ള വാക്കുകളൊക്കെ കേട്ട് കോബി എന്നാൽ എനിക്കൊരു മറൈനാവണം, ആൽവിഡയെ അടിച്ച് ഞാനൊരു വലിയ മറൈനാവും. പക്ഷെ പെട്ടെന്നാണ് ആൽവിഡ ആ സ്ഥലം അടിച്ചു പൊളിച്ച് അങ്ങോട്ടേക്ക് വരുന്നത്. അവള് ലൂഫിയെ കണ്ടപ്പോ നീ ആദ്യം പൈററ്റ് ഹണ്ടർ സോറോ ആണെന്ന് കരുതിയേ, ഇതിപ്പോ ഒരു ചെറിയ പയ്യനാണല്ലോ, നമുക്ക് ഈസി ആയിട്ട് അവൻ എടുക്കാന്ന് ആൽവിഡ പറയുമ്പോ ലൂഫി എടുത്തടിച്ച് ഏത് ഈ തടിച്ചെന്ന് ചോദിക്കും. അത് കേട്ട് അന്തം വിട്ട് ദേഷ്യം വരുന്ന ആൽവിഡ ലൂഫിയെ അടിക്കും. അതിനുശേഷം അവനൊരു ഫൈറ്റിന് പോകും. ലൂഫി ആണെങ്കിലോ വളരെ ജോളിയായിട്ട് അവിടെയുള്ള ആൾക്കാരെ മൊത്തം അടിച്ചടിച്ച് നിലത്തേക്കിട്ട് അവസാനം ലൂഫി അവന്റെ കൈയൊരു സ്ഥലത്ത് പിടിച്ച് ദൂരത്തേക്ക് ഓടിപ്പോയി. അവന്റെ പുറകിൽ ഇപ്പൊ കുറെ പേരുണ്ട്. പക്ഷെ ലൂഫി എന്ത് ചെയ്തു റിട്ടൺ വന്ന് എല്ലാത്തിനെയും അടിച്ച് നിലത്തിട്ടു. ഇത് കണ്ട് കോബി ലൂഫിയോട് ചോദിക്കും നീ ആരാണ്? ഞാനൊരു റബ്ബർ മനുഷ്യനാണ്. ഇതൊക്കെ കണ്ട ആൽവിഡ ലൂഫിയോട് ചോദിക്കും നീ ഒരു ഡബിൾ ഫ്രൂട്ട് തിന്നിട്ടുണ്ടല്ലേ? അതെ ഞാനൊരു ഡബിൾ ഫ്രൂട്ട് തിന്നിട്ടുണ്ട്, ഞാൻ തിന്ന ഫ്രൂട്ടാണ് ഗം ഫ്രൂട്ട്. അപ്പൊ ഡബിൾ ഫ്രൂട്ട് ഉണ്ടെന്നൊക്കെ പറയുന്നത് ശരിയാണ്, പക്ഷേ നീ ഒറ്റയ്ക്കാണിപ്പോ, നിനക്ക് ആരുമില്ല, നീ എന്ത് പൈററ്റ് ആണ്, നിനക്കൊരു ക്രൂ പോലും ഇല്ലല്ലോ എന്ന് ആൽവിഡ ലൂഫിയോട് ചോദിക്കുമ്പോൾ ലൂഫി പറയും ശരിയാണ് ഞാൻ ഒറ്റയ്ക്കാണ്, പക്ഷെ എന്റെ ക്രൂവിനെ ഞാൻ ഉടനെ ഉണ്ടാക്കും, അതിനുശേഷം ഞാനായിരിക്കും കിങ് ഓഫ് ദ പൈററ്റ്. ഇതെല്ലാം കേട്ടിട്ട് കോബിക്ക് ആകെ ദേഷ്യം വരുന്നുണ്ട്. കോബി പെട്ടെന്ന് തന്നെ ആൽവിഡയെ ചീത്ത വിളിക്കാൻ തുടങ്ങും. എടി തടിച്ചി, ഞാൻ നിന്നെ എന്തായാലും ഒരു ദിവസം അടിക്കും, അതുപോലെ ഞാൻ എന്റെ ആഗ്രഹപ്രകാരം ഒരു മറൈനായിട്ട് തന്നെ മാറും. അത് കേട്ട് ആകെ ദേഷ്യം പിടിക്കുന്ന ആൽവിഡയാണെങ്കിൽ കോബിയെ അടിക്കാനായിട്ട് വരും. പക്ഷെ ലൂഫി അവന്റെ ഗം പവർ ഉപയോഗിച്ച് കൈ പുറകിലേക്ക് കൊണ്ടുപോയി അത് തിരിച്ചു വരുത്തി ആൽവിഡയുടെ വയറിന് തന്നെ ഒരൊറ്റ കുത്തുത്തു. കിട്ടിയ കുത്തിന് ആൽവിഡ 1/2 കിലോമീറ്റർ ദൂരത്തേക്ക് തെറിച്ചു പോകുന്നുണ്ട്. അതിനുശേഷം ലൂഫിയും കോബിയും അവിടെ ഉണ്ടായിരുന്ന ഒരു ബോട്ട് എടുത്ത് പോകാൻ നിൽക്കുമ്പോൾ അവന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ആ പെണ്ണുണ്ടാവും നാമി. പക്ഷെ ലൂഫി അവളെ കണ്ടിട്ട് അവളെ നോക്കി ചിരിച്ച് അവിടെ നിന്ന് പോകും. ഇപ്പൊ ലൂഫിയുടെ ബോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ലൂഫി കോബിയോട് ചോദിക്കും ആരാ ഈ പൈററ്റ് ഹണ്ടർ സോറോ? സോറോ നിനക്കറിയില്ലേ? അവനൊരു മോൺസ്റ്റർ ആണ്, പൈററ്റ്സിനെല്ലാം പിടിച്ചു കൊടുക്കുന്ന ഒരു മോൺസ്റ്റർ. അല്ല അവനെ പറ്റി നീ എന്തിനാ ചോദിക്കുന്നേ? അതൊന്നുമില്ല, അവനാണ് എന്റെ ക്രൂവിലെ ആദ്യത്തെ മെമ്പർ, അവനെ ഞാൻ എന്റെ ക്രൂവിലേക്ക് ചേർക്കാൻ പോവാണ്. ഇപ്പൊ കോബി സോറോയെ പറ്റി ലൂഫിക്ക് പറഞ്ഞു കൊടുക്കും. അവനൊരു ഡീമൺ ആണ്, അതുപോലെ അവനിപ്പോ ഷെൽ ടൗണിത്തെ ഒരു പ്രിസണർ ആണ്. അതിൽ സോറോയോടെ നമ്മൾ പോവാതിരിക്കുന്നതാണ് നല്ലത്. പക്ഷെ ലൂഫി ആണെങ്കിലോ സോറോയെ കിട്ടാൻ വേണ്ടി ഷെൽ ടൗണിലേക്ക് തന്നെ പോകുന്നു. അങ്ങനെ ഷെൽ ടൗണിലേക്ക് എത്തുന്ന ലൂഫിയും കോബിയും അവിടെയുള്ള ആൾക്കാരോട് ലൂഫി ചോദിക്കും നിങ്ങൾക്ക് ഈ റോറോനോവ സോറോയെ അറിയോ? അത് കേട്ട് എല്ലാവരും പേടിച്ചു മാറി പോകുമ്പോ കോബി പറയും അത്ര പരസ്യമായിട്ടൊന്നും ചോദിക്കാൻ പാടില്ല, നമുക്ക് വേണമെങ്കിൽ ഇവിടുത്തെ ക്യാപ്റ്റനെ പറ്റി ചോദിക്കാം എന്ന് പറഞ്ഞ് കോബി അവിടെയുള്ള ആൾക്കാരോട് മോർഗനെ പറ്റി ചോദിക്കും. പക്ഷെ ക്യാപ്റ്റൻ മോർഗന്റെ പേര് കേട്ടും അവര് പേടിച്ചു പോകും.
ഇതൊന്നും നടക്കില്ല, നമുക്കിനി ഒറ്റയ്ക്ക് പോയി കണ്ടുപിടിക്കാന്ന് പറഞ്ഞ ലൂഫി ഷെൽ ടൗണിലുള്ള മറൈൻ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് പോകുന്നു. അവിടെ എത്തുമ്പോൾ ലൂഫി ആദ്യം അതിന്റെ മതിലിലേക്ക് വലിഞ്ഞു കയറി നോക്കും. അപ്പൊ ലൂഫി അവിടെ ഒരാളെ കെട്ടിയിട്ടതായിട്ട് കാണും. അതാണ് പൈററ്റ് ഹണ്ടർ റോറോനോവ സോറോ. അങ്ങനെ ലൂഫിയും കോബിയും സോറോയെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ സോറോ പറയും, എന്തിനാ എന്നെയാണ് നോക്കിക്കൊണ്ടിരിക്കണേ, മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോയിക്കോ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കൊല്ലും. ഇതേ സമയത്ത് അവരുടെ തൊട്ടപ്പുറത്തായിട്ട് ഒരു ഏണി വന്ന് നിൽക്കും. അതിലൂടെ ഒരു പെൺകുട്ടി കയറി വന്ന് സോറോയ്ക്ക് കുറച്ച് ഫുഡ് കൊടുക്കും. പക്ഷെ സോറോ പറയും, ഇവിടെ നിൽക്കണ്ട, എനിക്ക് നിന്റെ ഫുഡും വേണ്ട, മര്യാദയ്ക്ക് പോയിക്കോ. അപ്പൊ അവിടേക്ക് ക്യാപ്റ്റൻ മോർഗന്റെ മകനും കുറച്ച് മറൈൻസും വരും. ക്യാപ്റ്റൻ മോർഗന്റെ മകൻ അങ്ങോട്ട് വന്നതും ആ പെൺകുട്ടിയുടെ കയ്യിലുള്ള ഫുഡ് നിലത്തേക്കിട്ട് ചവിട്ടി മെതിക്കും. എന്നിട്ട് സോറോയ്ക്ക് ഫുഡ് കൊടുത്ത പെൺകുട്ടിയെ അവൻ പുറത്തേക്ക് തൂക്കിയെറിയും. പക്ഷെ അത് കണ്ട് പുറത്തേക്ക് തെറിച്ചു പോകുന്ന ആ പെൺകുട്ടിയെ സുരക്ഷിതമായിട്ട് ലൂഫി പിടിക്കും. സോറോ ക്യാപ്റ്റന്റെ മകനായിട്ടുള്ള ഹെൽമിപ്പോയോട് പറയും, നീ പറഞ്ഞ ഒരു മാസാവാൻ ഇനി 10 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ, അതുവരെ ഞാൻ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കും. അതിന് ഹെൽമിപ്പോ, ഓ അങ്ങനെയാണോ, അത്രയും ദിവസം നീ പിടിച്ചു നിൽക്കുവോ, എന്നാൽ നമുക്കൊന്ന് കാണാം എന്ന് പറഞ്ഞ് ഹെൽമിപ്പോ അവിടുന്ന് പോകുന്നു. അതിനുശേഷം ലൂഫി സോറോ എടുത്ത് നിന്നിട്ട് സോറോയോട് പറയും, നീ ഇത്ര വീക്കാണോ ഇത്രയും ദിവസം ഇതിൽ കിടക്കാൻ? അതിന് സോറോ, ഓ ഞാൻ എത്രത്തോളം സ്ട്രോങ് ആണോ നിനക്ക് അറിയില്ല, ആദ്യം നീ എനിക്ക് ആ താഴത്തുള്ള ഫുഡ് എടുത്തതാ എന്ന് പറയുമ്പോൾ ലൂഫി ആ ഫുഡ് സോറോയ്ക്ക് എടുത്ത് കൊടുക്കുന്നു. അതിനുശേഷം ലൂഫി ആ പെൺകുട്ടിയോട് സോറോ ആ ഭക്ഷണം കഴിച്ചു എന്ന് പറയും. അത് കേട്ട് ആ പെൺകുട്ടി സന്തോഷിച്ചിട്ട് അവരോട് പറയും, സോറോയ്ക്ക് ഇപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥ വരാൻ കാരണം ഞങ്ങളാണ്. ഹെൽമിപ്പോ അവന്റെ പട്ടിയായിട്ട് ഞങ്ങളുടെ കടയിലേക്ക് വന്ന് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ആ സമയത്ത് ആ പട്ടിയെ ഞാൻ അടിച്ചപ്പോ ആ പട്ടി എന്നെ തിരിച്ചു കടിക്കാൻ വന്നു. അതിൽ നിന്ന് സോറോ ഞങ്ങളെ രക്ഷിച്ചു. അതിനുശേഷം ഹെൽമിപ്പോയും സോറോ അടിച്ചു. പക്ഷെ ഹെൽമിപ്പോ സോറോയോട് പറഞ്ഞു, നീ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഇവരെല്ലാം ഞങ്ങൾ കൊന്നുകളയും, അത് വേണ്ടെങ്കിൽ 1 മാസം ഞാൻ പറയുന്നത് നീ ചെയ്യണം, എന്നാ ഞാൻ ഇവരെ വിടാം. അങ്ങനെയാണ് സോറോയ്ക്ക് ഇപ്പൊ പ്രശ്നം ഉണ്ടായത്. ഇതേ സമയം ഹെൽമിപ്പോ ആ ബാറിലിരുന്ന് പ്രശ്നം ഉണ്ടാക്കുമായിരിക്കും. അപ്പൊ അവിടെ നാമി ഉണ്ടായിരുന്നു. അതേ സമയത്താണ് ലൂഫി അങ്ങോട്ട് കയറി വന്ന് ദേഷ്യത്തോടെ കൈമടക്കി അവന്റെ മുഖത്തിന് നല്ല 4 കുത്തു കൊടുത്തു. എന്നിട്ട് ലൂഫി പറഞ്ഞു, ഞാനും സോറോ ഇപ്പൊ ഫ്രണ്ട്സ് ആണ്, അതുകൊണ്ട് സോറോയെ ഞാൻ എന്തായാലും ഇവിടുന്ന് കൊണ്ടുപോയിരിക്കും. അതിനുശേഷം അടി കിട്ടിയ ഹെൽമിപ്പോ നേരെ മോർഗനോട് ചെന്ന് ഈ കാര്യം പറയും. ഇപ്പൊ സോറോ ആണെങ്കിൽ അവന്റെ പണ്ടത്തെ ഒരു കാര്യം ആലോചിക്കും, ഒരു പെൺകുട്ടിയോട് അവൻ എന്തോ ഒരു സത്യം ചെയ്തു കൊടുത്ത കാര്യം. അവിടേക്ക് ലൂഫി എന്ന് സോറോയോട് പറയും, നീ എന്റെ ക്രൂവിലേക്ക് ചേർന്നോ, എന്നാ ഞാൻ ഈ കെട്ട് നിനക്ക് അഴിച്ചു തരാം. അതിന് സോറോ പറയും, ഞാൻ നീ വിചാരിക്കുന്നത് പോലെ ഒരു പൈററ്റ് അല്ല. പക്ഷെ ലൂഫി ആണെങ്കിൽ സോറോയോട് പറയും, ഞാൻ നിനക്ക് നിന്റെ വാള് കൊണ്ടുവന്ന് തരാം, നീ സ്വയം നിന്റെ കെട്ടഴിച്ച് എന്റെ ക്രൂവിലേക്ക് വന്ന് ചേര് എന്ന് പറഞ്ഞ് ലൂഫി അവിടുന്ന് പോകും. അപ്പൊ സോറോ ലൂഫിയുടെ ഗംഗം പവർ കൊണ്ട് അത്ഭുതത്തോടെ നിൽക്കായിരിക്കും. ഇതേ സമയത്താണ് മോർഗന്റെ ഒരു പ്രതിമ ആ ഹെഡ് ക്വാർട്ടേഴ്സിന് മുകളിൽ പൊക്കിക്കൊണ്ടിരിക്കുന്നത്. ഇടയ്ക്ക് എത്തുന്ന ലൂഫി എന്താ മുകളിൽ ഒരു ശബ്ദം കേൾക്കുന്നതെന്ന് പറഞ്ഞ് മുകളിലേക്ക് പോയി നോക്കാൻ വേണ്ടി അവന്റെ ഗംഗം പവർ ഉപയോഗിച്ച് റോക്കറ്റ് വിട്ട പോലെ മുകളിലേക്ക് പോകും. അങ്ങനെ ലൂഫി മുകളിലേക്ക് പോകുന്നതിന്റെ കൂട്ടത്തില് മോർഗന്റെ പ്രതിമയിൽ തട്ടി ആ പ്രതിമ താഴെ വീണ് ഒട്ടഞ്ഞു പോകും. അത് കണ്ട് മോർഗൻ ദേഷ്യം പിടിച്ച്, ആരടാ എന്റെ പ്രതിമ തട്ടിയിട്ടത്, മര്യാദയ്ക്ക് അവനെ പോയി കൊല്ലു എന്ന് പറയും. പക്ഷെ ലൂഫി അതൊന്നും കാര്യമാക്കാതെ ഹെൽമിപ്പോയെ എടുത്ത് അകത്തേക്ക് ഓടിപ്പോകുന്നു. എന്നിട്ട് സോറോയുടെ വാള എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഇതേ സമയത്ത് ഹെഡ് ക്വാർട്ടേഴ്സിന്റെ അകത്ത് നാമി ഉണ്ടാവും. ഇപ്പോ സോറോയെ കാണിക്കുമ്പോൾ കോബി സോറോയെ അഴിച്ചുവിടാൻ നോക്കുകയാണ്. അപ്പോൾ സോറോ കോബിയോട് പറയും, നീ എന്നെ അഴിച്ചുവിടാനൊന്നും നിൽക്കണ്ട, മര്യാദയ്ക്ക് ഇവിടുന്ന് പോയിക്കോ. അതിന് കോബി, നീ എന്തറിഞ്ഞിട്ട് ഈ പറയുന്നേ, അവര് നിന്നെ നാളെ കൊല്ലാൻ പോവാണ്, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണം. അപ്പോഴേക്കും കോബിക്കും സോറോയ്ക്കും ചുറ്റും മോർഗനും മറൈൻ ഓഫീസേഴ്സും വന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. മോർഗന്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാര് അവരെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഗൺ എടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ലൂഫി സോറോയുടെ വാളെടുത്ത് ചില്ലും പൊളിച്ച് താഴത്തേക്ക് വരും. തന്നെ അവർ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിരുന്നു. പക്ഷെ എല്ലാ ബുള്ളറ്റും ലൂഫിയുടെ മേല് തട്ടി അവർക്ക് നേരെ തന്നെ തിരിച്ചു പോകും. അത് കണ്ട് സോറോ, ആരാടാ നീ എന്ന് ചോദിക്കുമ്പോ, My name's Monkey D. Luffy, and I'm gonna be king of the pirates! അതിനുശേഷം ലൂഫി സോറോയ്ക്ക് നേരെ വാള് നീട്ടും. ഈ 3 വാളിൽ ഏതാ നിന്റെ വാളെന്ന് ചോദിക്കുമ്പോൾ സോറോ പറയും, ആ 3 വാളും എന്റേതാണ്. ഓഹോ, അങ്ങനെയാണെങ്കിൽ നീ എന്റെ ക്രൂവിൽ ചേർന്ന് കഴിഞ്ഞു. സോറോ, ആദ്യം നീ എന്റെ കെട്ടഴിച്ചു വിട്, എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാന്ന് പറയുമ്പോൾ ഇത് പെട്ടെന്ന് ആ കയർ അഴിച്ചു വിടാൻ നോക്കും. പക്ഷെ ലൂഫിക്ക് എങ്ങനെ ചെയ്തിട്ടും കയർ അഴിക്കാൻ കഴിയുന്നില്ല. അപ്പോഴേക്കും നേവിയിലെ ആൾക്കാർ മുഴുവൻ അവർക്ക് ചുറ്റും വളഞ്ഞിട്ടുണ്ടായിരുന്നു. സോറോ ദേഷ്യത്തില്, മര്യാദയ്ക്ക് എന്റെ വാള് പെട്ടെന്ന് താന്ന് പറയും. അങ്ങനെ കയ്യിൽ വാള് കിട്ടിയ സോറോ കെട്ടഴിച്ച് അവർക്ക് നേരെ വളരെ മാസായിട്ട് ചാടി വീഴും. ഇപ്പൊ സോറോയുടെ കയ്യിൽ വാൾ ഉണ്ടായതുകൊണ്ട് എല്ലാവർക്കും അനങ്ങാൻ പേടിയായി. നിൽക്കുമ്പോൾ സോറോ ലൂഫിയോട് പറയും, ഇന്നു മുതൽ ഞാനും നിന്റെ ക്രൂവിലാണ്, അതായത് ഞാനൊരു പൈററ്റ് ആണ്, അതുപോലെ എനിക്കൊരു ആഗ്രഹമുണ്ട് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സോർട്സ്മാൻ ആവണമെന്ന്. അതിന് ലൂഫി, ഏറ്റവും വലിയ സോർട്സ്മാൻ എന്റെ ക്രൂവിൽ ഉണ്ടാകുന്നത് എനിക്കും ഇഷ്ടമുള്ള കാര്യമാണ് എന്ന് പറഞ്ഞ് സോറോയ്ക്ക് ചുറ്റും കൂടി നിൽക്കുന്ന ആൾക്കാരെ മുഴുവൻ ലൂഫി ഒരൊറ്റ അടിക്ക് തെറിപ്പിച്ച് കളയും. അതിനുശേഷം ലൂഫി നേരെ ചെന്ന് മോർഗനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും. ആദ്യമൊക്കെ മോർഗൻ തടയുന്നുണ്ടെങ്കിലും പിന്നെ കിട്ടുന്ന അടി മുഴുവൻ മോർഗൻ വാങ്ങിക്കൂട്ടും. അങ്ങനെ കുറച്ചു നേരം കഴിയുമ്പോൾ ഹെൽമിപ്പോ, അതായത് മോർഗന്റെ മകൻ, തലയിൽ
ഗണ്ണ് വെച്ച് മര്യാദയ്ക്ക് എന്റെ അച്ഛനെ വിട്ടോ, അല്ലെങ്കിൽ ഞാൻ ഇവനെ കൊന്നു കളയെന്ന് പറയും. അപ്പൊ കോബി ലൂഫിയോട് പറയും, എന്റെ കാര്യം വിട്ടേക്ക് ലൂഫി, ആദ്യം അവനെ തീർക്ക്. ഈ ഒരു സമയത്ത് മോർഗൻ ലൂഫിയുടെ പുറകുന്ന് വെട്ടാൻ വരുമ്പോ ലൂഫി ആഞ്ഞ് ഹെൽമിപ്പോയുടെ മുഖത്തിന് ഒരു ഒറ്റ അടി കൊടുക്കും. പിന്നെ ലൂഫിയുടെ പുറകിലൂടെ വരുന്ന മോർഗനെ സോറോയും വെട്ടി താഴത്തേക്ക് ഇടും. ഇതെന്റെ കടമയാണ് ക്യാപ്റ്റൻ എന്ന് സോറോ ലൂഫിയെ നോക്കി പറയുമ്പോ ലൂഫി സോറോയെ നോക്കി ചിരിക്കുന്നു. ഇപ്പൊ അവിടെ മറൈനായിട്ടുണ്ടായിരുന്ന, അതായത് മോർഗന് വേണ്ടി പണിയെടുത്തുകൊണ്ടിരുന്ന ആൾക്കാര് മോർഗൻ നിലത്തേക്ക് വീഴുന്നത് കണ്ട് എല്ലാവരും ആർത്തു വിളിച്ച് സന്തോഷിക്കും. കാരണം മോർഗൻ ഇത്രയും കാലം അവരെ പണിയെടുപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവർക്ക് ഇപ്പോഴാണ് ഒരു ഫ്രീഡം കിട്ടുന്നത്. കാണിക്കുന്നത് ഭക്ഷണം എല്ലാം കഴിച്ച് ഫ്രീ ആയിട്ടിരിക്കുന്ന ലൂഫിയും സോറോയാണ്. ഇവിടെ കൂടെ തന്നെ കോബിയും പിന്നെ ആ പെൺകുട്ടിയും അവളുടെ അമ്മയുണ്ട്. ഇപ്പൊ ലൂഫിയോട് സോറോ ചോദിക്കും, ശരി അപ്പൊ നമ്മുടെ ക്രൂ എവിടെയാണുള്ളത്? ലൂഫി, ഞാനും നീയും മാത്രമേ ഉള്ളൂ നമ്മുടെ ക്രൂവിൽ ഇപ്പോ. അത് കേട്ട് സോറോ ആണെങ്കിൽ, ഞാനും നീയും മാത്രോ? ശരി, എന്നാ നമ്മുടെ കപ്പൽ ഏതാണ്? അപ്പൊ ലൂഫി അവര് വന്ന ചെറിയ ബോട്ട് സോറോയ്ക്ക് കാണിച്ചു കൊടുക്കും. ആ കപ്പൽ കാണുന്ന സോറോ ആണെങ്കിൽ, ഏത് നേരത്താണോ ഇവനെ ക്യാപ്റ്റനായി തെരഞ്ഞെടുക്കാൻ തോന്നിയത് എന്ന് പറയും. അതിനുശേഷം കോബി ലൂഫിക്ക് വൺ പീസിനെ പറ്റി പറഞ്ഞു കൊടുക്കും. ഇത് പൈററ്റായിരുന്ന ഗോൾഡി റോജർ തന്റെ എല്ലാ ട്രഷറിനെയും ഒളിപ്പിച്ചു വെച്ച് അതിനെ വൺ പീസ് എന്ന് വിളിച്ചു. അത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഗ്രാൻഡ് ലൈനിലേക്ക് പോയേ തീരൂ. പക്ഷേ അവിടേക്ക് എത്തിയ ആരും ഇതിന് തിരിച്ചു വന്നിട്ടില്ല. കാരണം പൈററ്റ്സിന്റെ ഗ്രേവിയാർഡ് എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ഗ്രാൻഡ് ലൈൻ. അവിടെ എപ്പോഴും യുദ്ധമാണ്. അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ടേക്ക് പോകണ്ടെന്ന് കോബി ലൂഫിയോട് പറയും. ഇതേ സമയത്താണ് അവിടേക്ക് മറൈനിലെ കുറച്ച് ആൾക്കാർ വരുന്നത്. നിങ്ങൾ പൈററ്റ്സ് ആണെന്ന് കേട്ടു, അതുപോലെ നിങ്ങൾ ചെയ്തു തന്ന സഹായത്തിന് ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങൾ പൈററ്റ് ആയതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ഐലൻഡ് വിട്ട് നിങ്ങൾ പോകണം. അത് കണ്ട് അവിടെയുള്ള ആൾക്കാർ മൊത്തം മറൈനിനെ ചീത്ത പറയും. പക്ഷെ ലൂഫി ആണെങ്കിൽ, എന്നാ ശരി ഞങ്ങൾ പോവാണെന്ന് പറയും. ഇതേ സമയത്ത് ആ മറൈനിലെ ഓഫീസർ, ഈ പയ്യൻ നിങ്ങളുടെ കൂടെ ഉള്ളതാണോ എന്ന് ചോദിക്കുമ്പോൾ കോബി അത് കേട്ട് പെട്ടെന്ന് പേടിക്കും. പക്ഷെ ലൂഫി പറയും, ഏയ് ഈ പൊട്ടച്ചക്കനൊന്നും ഞങ്ങളുടെ കൂടെ ഉള്ളതല്ല, ഇവൻ ഏതോ പേടിത്തൂറിയാണ് എന്നൊക്കെ പറഞ്ഞ് കോബി അങ്ങനെ കളിയാക്കുമ്പോൾ കോബി പെട്ടെന്ന് വന്ന് ലൂഫിയുടെ മുഖത്തിന് ഒരു അടി കൊടുക്കും. തിരിച്ച് ലൂഫിയും കോബിയെ കുറെ അടിക്കും. സോറോ അങ്ങോട്ട് വന്നിട്ട് ലൂഫിയെ പിടിച്ചു കൊണ്ടുവന്ന് നിൽക്കുമ്പോൾ എല്ലാ ആൾക്കാർ പറയും, ശരി ഈ പയ്യൻ നിങ്ങളുടെ കൂടെ ഉള്ളതല്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. സത്യത്തില് ലൂഫിക്ക് വേണ്ടത് അത് കേട്ട് ലൂഫിയും ചിരിക്കും, അതുപോലെ കോബിയും സന്തോഷിക്കും. അങ്ങനെ കോബി എഴുന്നേറ്റ് മറൈൻ ഓഫീസറോട് ചോദിക്കും, നിങ്ങൾ എന്നെ മറൈനിലേക്ക് എടുക്കുവോ? ഞാൻ മറൈൻ ഓഫീസർ, ശരി ഇപ്പൊ കുറെ ആൾക്കാർ മരിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് നീ മറൈനിലേക്ക് വാ. ഇതേ സമയത്ത് നാമി അവളുടെ ബോട്ടിൽ കയറി പോവാൻ തയ്യാറായി നിൽക്കുമ്പോൾ അവിടേക്ക് ലൂഫിയും സോറോയും വന്ന് അവരുടെ ബോട്ടിലേക്ക് കയറാൻ പോവാണ്. അങ്ങനെ പോവാനായിട്ട് നിൽക്കുമ്പോൾ കോബിയും അവിടെയുള്ള മറൈനും വന്ന് അവർക്ക് സല്യൂട്ട് ചെയ്യും. എന്നിട്ട് സന്തോഷത്തോടെ പോയി വരുന്നു പറഞ്ഞ് അവരെ യാത്രയാക്കുന്നു. ഇപ്പൊ ലൂഫി സോറോയും കടലിലൂടെ കപ്പലിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ലൂഫി പെട്ടെന്ന് പറയും, ഞാൻ കിങ് ഓഫ് ദ പൈററ്റ് ആവും. സോറോ ചോദിക്കും, നീ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടല്ലോ, എന്തിനാണ് അത് പറയുന്നത്? അതിന് ലൂഫി, അതൊരു വലിയ കഥയാണ്, അത് ഈ തൊപ്പിക്ക് മാത്രമേ ആ കഥ അറിയുള്ളൂ. ഇനി എന്തായാലും നമ്മൾ ഗ്രാൻഡ് ലൈനിലേക്ക് പോവാണെന്ന് പറഞ്ഞ് ലൂഫി അലറി വിളിക്കുന്ന ഈ സീൻ കാണിച്ചുകൊണ്ട് റൊമാൻസ് ഡൗൺ ആർക്ക് ഇവിടെ അവസാനിക്കുന്നു. ഇനി അടുത്തത് വരാൻ പോകുന്നത് ഓറഞ്ച് ടൗൺ ആർക്കാണ്. ഇതിൽ ടോട്ടല് 5 എപ്പിസോഡ് ഉണ്ട്. അത് ഒറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാനാണ് തീരുമാനിച്ചത്. സോ ആ വീഡിയോ പെട്ടെന്ന് വരാൻ വേണ്ടി ഒന്ന് ലൈക്ക് ചെയ്യൂ, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ. പിന്നെ നമ്മുടെ പുതിയ ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതിൽ കൂടെ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക. എന്നാ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ അനിമേ ലവേഴ്സ്, ഇറ്റ്സ് മീ അനിമോ.